ഹലോ ഫ്ലൈലേഴ്സ്, നിസാൻ എന്ന ബ്രാൻഡ് നമുക്ക് പല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ഡ്രിഫ്റ്റിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ 370 പോലുള്ള വണ്ടിയുണ്ട്. സ്പോർട്സ് കാർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ GTR ഉണ്ട്. അതുപോലെ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പാട്രോൾ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നിസാൻ മോഡലായിരുന്നു നിസാൻ്റെ എക്സ്ട്രെയിൽ. ഫസ്റ്റ് ജനറേഷൻ വന്നപ്പോൾ തന്നെ ഇന്ത്യയിൽ വന്നിരുന്നു. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഹമ്മദ് ഉസ്മാൻ, അവനത് എടുക്കുകയും ചെയ്തിരുന്നു. 7000 നമ്പറായിരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ അന്ന് നമ്മളതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തതാണ്. അന്നൊരു റഗഡ് സോളിഡ് ലുക്കിലുണ്ടായിരുന്ന വണ്ടിയാണ്. ഇപ്പം നിസാൻ 4th ജനറേഷൻ എക്സ്ട്രെയിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതാണിത്. നമുക്ക് 2 ജനറേഷൻ ഇന്ത്യയിൽ വന്നിരുന്നു, ഫസ്റ്റും സെക്കൻഡും. 3rd ജനറേഷൻ വന്നില്ല, അത് വിട്ടിട്ട് ഇപ്പോൾ 4th ജനറേഷൻ വന്നിരിക്കുകയാണ്. 4th ജനറേഷൻ്റെ മോഡൽ ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുകയാണ്. D സെഗ്മെൻറ്റ് SUV-യിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ മീഡിയയുടെ ഇവിടെ ഡൽഹിയിൽ വെച്ച് നടക്കുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്നുള്ളത്. സോ ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈലേഴ്സ്. ഇന്ത്യയിൽ വ്യത്യസ്ത സെഗ്മെൻറ്റിൽ കാറുകളുണ്ട്. അത് ഹാച്ച് ബാക്ക്, സിഡാൻ, SUV എന്ന് പറഞ്ഞ പോലെ തന്നെ A സെഗ്മെൻറ്റ്, B സെഗ്മെൻറ്റ് ഉണ്ട്. ഓരോ സെഗ്മെൻറ്റും ഓരോ കാറ്റഗറിയിലുണ്ട്. അതിൽ SUV-യിൽ B സെഗ്മെൻറ്റ് മുതലാണ് തുടങ്ങുന്നത്. B, C, D അങ്ങനെ പോകുന്നുണ്ട്. A സെഗ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം, എക്സ്പ്രസോ പോലുള്ള വണ്ടികൾ A സെഗ്മെൻറ്റ് SUV എന്ന് പറയാറുണ്ട്. പിന്നെ B, C, D സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ D സെഗ്മെൻറ്റിൽ 2 സ്പ്ലിറ്റ് ഉണ്ട്. D1 ഉണ്ട്, D2 ഉണ്ട്. ഇത് D2 സെഗ്മെൻറ്റിലേക്ക് വരുന്ന ഒരു SUV ആണ്. D2 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ D സെഗ്മെൻറ്റിൽ തന്നെ വന്നിരിക്കുന്ന ഹെക്ടർ മുതൽ ഫോർച്യൂണർ, എൻഡേവർ വരെയുള്ള മോഡലാണ്. അതിൽ D2 എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ആ ഫോർച്യൂണർ, എൻഡേവറിൻ്റെ സെഗ്മെൻറ്റിലേക്ക് വരുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. പ്രൈസിൻ്റെ ഏകദേശം രൂപ നിങ്ങൾക്ക് മനസ്സിലാണ് ഏത് സെഗ്മെൻറ്റിലേക്കാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ല. എക്സ്ട്രയിൽ ഫസ്റ്റ് വന്നത് തന്നെ നിസാൻ്റെ ഒരു കോർ SUV DNA വെച്ചിട്ടായിരുന്നു. അന്ന് നിസാൻ പെട്രോൾ ഇൻസ്പയർ ചെയ്ത തരത്തിലുള്ള ഒരു ഡിസൈനും ആ റഗഡ്നെസ്സും ബോക്സിനെസ്സെല്ലാം കീപ്പ് ചെയ്തിട്ടാണ് അന്ന് ആക്ച്വലി ഈ ഒരു മോഡൽ വന്നിരുന്നത്. അത് 2nd ജനറേഷനിലും അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരുന്നു. എന്നാൽ 3rd ജനറേഷൻ കുറച്ചുകൂടി സോഫ്റ്ററായിട്ട് നമ്മളെ സാധാരണ ഇന്നത്തെ ഒരു ഏർബൺ SUV-കളിൽ കാണുന്ന തരത്തിലുള്ള ഒരു ക്രോസ് ഓവർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ SUV രീതിയിലായി. അതിൻ്റെ ഒരു റെവല്യൂഷൻ മോഡലാണ് ഇത്. എവല്യൂഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടില്ല, അതൊന്നും ഇമ്പ്രൂവ് ചെയ്ത് വന്ന രീതിയിലാണ് ഈ പുതിയ മോഡലുള്ളത്, അതായത് ഈ 4th ജനറേഷനിൽ. നിസാൻ്റെ വലിയൊരു DNA ആണ് ഓഫ് റോഡ് സെഗ്മെൻറ്റ്. പക്ഷേ ഇന്നിപ്പം ഒരു ഓഫ് റോഡ് സെഗ്മെൻറ്റ് രീതിയിലല്ല ഈ ഒരു SUV ഉള്ളത്. ഇത് കൂടുതൽ ഏർബണൈസ് ചെയ്തിട്ടുള്ളൊരു SUV-ആണ്. എന്നാൽ കൂടുതലും ആളുകൾ വാങ്ങുന്നതും ആളുകൾക്ക് ആവശ്യമുള്ളതും ഇത്തരമുള്ളൊരു SUV ആണെന്നുള്ളതാണ് ഫാക്റ്റ്. നമ്മൾ എന്തൂസിയാസ്റ്റുകൾ ഓഫ് റോഡിനെ കുറിച്ച് പറയുമ്പം ഇപ്പോഴുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് താല്പര്യം കുറവാണ്. കാരണം SUV എന്ന് മീൻ ചെയ്യുന്നത് പലപ്പോഴും കുറച്ച് വലിയ വണ്ടി, ഹൈറ്റിലിരിക്കുന്ന വണ്ടി, പ്രസൻസ് ഉള്ള വണ്ടി എന്നതൊന്നും തരത്തില്ല. അപ്പോൾ അല്ലാതെ ഒരു ഓഫ് റോഡർ ആവണമെന്നുള്ളതല്ല. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും മാറ്റർ ചെയ്യുന്നുണ്ട്, അതും ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ ഒരു അർബണൈസ് ചെയ്തൊരു SUV എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്ട്രെയിലിനെ കാണണം. അത്തരത്തിൽ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ട് നമ്മൾ. പുതിയ തലമുറ നിസാനിൽ കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ ഫിലോസഫിയാണ് പുതിയ എക്സ്ട്രെയിൽ നമുക്ക് കാണാവുന്നത്. കുറച്ച് ഷാർപ്പാണ്, കുറച്ചുകൂടി മോഡേൺ ആണ്, ഒരു സ്മൈലിംഗ് ഫേസ് ഉള്ള രീതിയിലുള്ള ഒരു ഫേസ് വന്നിരിക്കുന്നത്. ഇത് നിസാൻ്റെ പല മോഡലുകളിലും നമുക്ക് കാണാം. അതിൻ്റെ ഒരു എക്സ്ട്രെയിൽ വേർഷൻ വേണം ഇതിനെ കരുതാൻ. അപ്പോൾ ഇതിൽ മേജറിൽ നിൽക്കുന്ന ഒരു സ്മൈലിംഗ് ആയിട്ടുള്ളൊരു ഫേസാണ്. ഈ ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പെട്രോൾ മുതൽ താഴേക്കുള്ള SUV-ലെല്ലാം കാണാം. വലിയ ക്രോമുണ്ട്, വലിയ മെഷ്കളുണ്ട്. നിസാൻ്റെ ഒരു പുതിയ തരത്തിലുള്ള ലോഗോ ആണിത്. പിന്നെ ലൈറ്റാണ് സ്പ്ലിറ്റ് ലൈറ്റ് വന്നിരിക്കുന്നത്. മേലെയാണ് ഇതിൻ്റെ DRലും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. ഇവിടെ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, അതും LED ആണ്. താഴെ ബമ്പറിലെല്ലാം തന്നെ നമുക്ക് വലിയൊരു ചങ്കി ആയിട്ടുള്ള ഫീലുണ്ട്. താഴെ വന്നിരിക്കുന്ന ആ ഒരു സ്കിഡ് പ്ലേറ്റും അതുപോലെ തന്നെ എയർ വെൻ്റ് എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോളിഡ് ലൈൻസാണല്ലോ, ഷാർപ്പ് ലൈൻസാണ്. അത് നമുക്ക് എല്ലായിടത്തും കാണാവുന്ന രീതിയിലുള്ള. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നും സൈഡിലേക്ക് വരുമ്പോൾ വലിയ വീലാർച്ച് ഉണ്ട്. വീലാർച്ചിൻ്റെ ചുറ്റും കൊടുത്തിരിക്കുന്ന ആ ഒരു എലമെൻ്റ് എല്ലാം തന്നെ, ഈ വീലിൻ്റെ എലമെൻ്റ് എല്ലാം തന്നെ കുറച്ച് സ്ട്രോങ് ഫീലാണ്. ഈ ഒരു ഡബിൾ സ്പ്ലിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റ് മാത്രം സൈഡിലേക്ക് നിൽക്കുന്നത്, ബാക്കി ബമ്പറിനെ കട്ട് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് കാണുമ്പോൾ ചെറിയ ഒരു ലൈറ്റുള്ള പോലെ ഫീൽ ചെയ്യാം. അത് കുറച്ചുകൂടി അട്രാക്റ്റീവാണ്, പ്രത്യേകിച്ച് ജാപ്പനീസ് അവരുടെ ചെറിയ കണ്ണാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് കാണാം. വീലാണെങ്കിൽ മൾട്ടിസ്പോക്ക് വീലാണ്. ഇത് 20 ഇഞ്ചിൻ്റെ മൾട്ടിസ്പോക്കാണ്. നല്ലൊരു ഡിസൈനാണ്, വലിയൊരു കോംപ്ലിക്കേഷനൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. പക്ഷേ ഈ ഒരു ഡിസൈനിനെ മാച്ച് ആവുന്നുണ്ട്.
പ്രത്യേകിച്ച് ബ്ലാക്ക് കളറിന് ആ ഒരു ഗ്രാഫൈറ്റ് ഫിനിഷ് ഒരു രസമുണ്ട് കാണാൻ. മുമ്പൊന്നും ബോണറ്റിൽ നിന്ന് തുടങ്ങുന്ന ഒരു ലൈൻ, ഷോൾഡർ ലൈൻ ഇവിടെ സില്ലിലേക്ക് ചേർന്ന് പിന്നെ ഇവിടെ ഒരു ഹിപ്പ് ഫോർമേഷൻ ആയിട്ടുള്ള ലൈനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഷോൾഡർ ലൈൻ ഉണ്ട്, അത് ശരിക്കും ഒരു മൈൽഡായിട്ടാണ് നിൽക്കുന്ന ഒരു കേർവിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. മേലെ നമുക്ക് റൂഫ് റെയിൽ കാണാം, വിച്ച് ഈസ് ലൈക്ക് സബ്മേഴ്സായി നിൽക്കുന്നുണ്ട്. ക്രോം എലമെൻറ്റ് ചുറ്റും കൊടുത്തിട്ടുണ്ട്, പക്ഷേ താഴെ വരുന്നില്ല. പിന്നെ കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്, ഫ്രണ്ടിൽ നിന്ന് സ്ലോപ്പ് ചെയ്ത് നിൽക്കുന്ന റൂഫ് ലൈനാണ്. താഴെ ഡൈനാമിക് ലൈൻ്റെ എലമെൻറ്റ് കാണാം, അവിടെ തന്നെ ചങ്കയായിട്ടുള്ളൊരു സ്പോയിലർ പീസ് വരുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പം മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫോർമേഷൻ, ഈ ഫോർമേഷനും അതുപോലെ തന്നെ ഡീ പില്ലറും അതിൻ്റെ ഒരു കട്ടിങ്സും എല്ലാം ക്ലിഞ്ച് കൊടുത്തെല്ലാം തന്നെ രസമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ കുറച്ച് ബിസി ആയിട്ട് തോന്നും ഇവിടെ, പക്ഷെ അതൊരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ടെയിൽ ലൈറ്റിൻ്റെ എലമെൻറ്റ് ഇവിടെ കാണാം, വീലാർച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചങ്കയായിട്ട് നിൽക്കുന്നുണ്ട്, അതും നല്ല എലമെൻറ്റാണ്. റിയറിലേക്ക് വരുമ്പോഴും നമുക്ക് ആ ടെയിൽ ലൈറ്റിൻ്റെ ഫ്രണ്ട് ഹെഡ് ലൈറ്റിൻ്റെ ഒരു കണക്ട് ചെയ്ത് നിൽക്കുന്ന എലമെൻറ്റ്, ഷാർപ്പായിട്ടുള്ള ലൈനാണ്, പക്ഷേ സ്പ്ലിറ്റ് അല്ല, ഒറ്റ പീസേ ഉള്ളൂ, അതിങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അതിലും തന്നെ ഇവിടുത്തെ ഡിസൈൻ എലമെൻ്റ് എല്ലാം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത്തരം ഒരു ഫോർമേഷനാണ് ബൂട്ടിൻ്റെ ഡിസൈനിനുള്ളത്, പക്ഷേ അത് ഇവിടെ കട്ടിംഗ് ആയിട്ട് ഒരു പീസായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂട്ട് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് നമുക്ക് കാണാം. ഈ ഒരു ട്രേ ഫോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് 5+2 സീറ്റാണ്ട് ഇവിടെ സീറ്റ് വരുന്നുണ്ട്. പിന്നെ റിയറിൽ ഈ ഒരു ബെൽറ്റ് ചിലപ്പം പുറത്തേക്ക് ചാടി വരുന്നുണ്ട്, അതപ്പം ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ട്രേ ഇടുമ്പോഴെല്ലാം തന്നെ തടസ്സമാവുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഇവിടെ ഇങ്ങനെ കൊളത്തി വെക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ അതൊരു സേഫ്റ്റി എലമെൻ്റ് ആണ്. എന്നാലും അത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ട്രേ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ബൂട്ട് കവർ ചെയ്ത് നിൽക്കും. ഇലക്ട്രിക് ഒന്നും വന്നിട്ടില്ല, നമ്മൾ മാനുവലി തന്നെ ചെയ്യണം. ബമ്പറിലും നമുക്ക് ആ ഒരു SUV സ്റ്റാൻഡ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. റിയറിൽ സ്പോയിലർ അട്രാക്റ്റീവാണ്, സ്പോയിലറിൽ തന്നെ ഇവിടെ ലൈറ്റും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഡിസൈന് ഒരു മോഡേൺ ഡിസൈനാണ്, പുതിയ തരമുറ ഒരു നിസാൻ ഡിസൈൻ നമുക്ക് ശരിക്കും ഇതിൽ വ്യക്തമാവുന്നുണ്ട്. ആകർഷണീയമാണ്, പക്ഷേ സബ്ജക്റ്റീവാണ്. എന്ന് വെച്ചാൽ ഇതൊരു പണ്ടത്തെ ഒരു എക്സ്റ്റൈലിൻ്റെ ഡിസൈൻ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ റഫ് ലുക്കല്ല, സോഫ്റ്റ്വെയർ ലുക്കാണ്. സോഫ്റ്റ് ലുക്കിനെ ഷാർപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാം. ഈ ഒരു സെഗ്മെൻറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ നിങ്ങളുടെ ഫേവറേറ്റ് SUV ഏതായിരിക്കും എന്നുള്ളതും കമൻറ്റിൽ പറയാം. ഇന്റീരിയറിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ ആക്ച്വലി ഫേസ് ലിഫ്റ്റ് മോഡൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്ത് തന്നെ ആകെ US മാർക്കറ്റിൽ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ആരും കമൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നമുക്കത് US മാർക്കറ്റിൽ മാത്രം വന്നിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ കംപ്ലയിൻറ്റ് പറയുന്നില്ല. കാരണം വേറെ മാർക്കറ്റിൽ ഇവരെ പ്രൊമിനൻ്റ് ആയി നിൽക്കുന്ന മിഡിൽ ഈസ്റ്റോ ഏഷ്യൻ മാർക്കറ്റിലൊന്നും വരാത്ത മോഡലാണ്. അതുകൊണ്ട് നമുക്ക് ആ കംപ്ലയിൻറ്റ് പറയാൻ പറ്റില്ല. അതല്ല വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ വന്നിട്ടുണ്ട്, അത് US മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാവുന്നത് കുറച്ച് ഒരു എന്താ പറയുക, ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഫോമാറ്റാണ്. ഭയങ്കര ഒരു എക്സ്ക്ലൂസീവായിട്ട് ഇന്നിപ്പം കാണുന്ന തരത്തിലുള്ള അതിപ്രസരങ്ങളൊന്നും നമുക്ക് കാണാനില്ല. പക്ഷേ നമുക്ക് നിസാൻ്റെ കുറച്ച് എലമെൻറ്റ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്ന് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് കുറേ കാലമായിട്ട് നിസാൻ്റെ പല മോഡലും കാണുന്ന റൗണ്ടും അതുപോലെ ഫ്ലാറ്റ് ബോട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് മൾട്ടി ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. ഈ ബട്ടൺസ് ഒരുപാട് നമുക്ക് കാണാം. അത് പലർക്കും ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പലരും ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. വളരെ മോഡേൺ ആകുമ്പോഴാണ് ഫുള്ള് ടച്ചല്ലായി മാറുക. അതല്ല, ബട്ടൺസ് എല്ലായിടത്തും കാണുന്നുണ്ട്. ഇപ്പം പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെൻറ്ററിൽ വന്ന സ്ക്രീനും ഇവിടെ വന്നിരിക്കുന്ന സ്ക്രീനുമാണ്, 2 സ്ക്രീനായിട്ടുള്ള. അതൊന്ന് മീറ്റർ കൺസോളും ഒന്ന് ഇൻഫോർടൈൻമെൻറ്റാണ്. ഡാഷ്ബോർഡെല്ലാം തന്നെ നമുക്ക് ഒരു സോളിഡ് ഫീലുള്ള തരത്തിലാണ്. സിമ്പിളായിട്ടുള്ള ഡാഷ്ബോർഡാണ്, എന്നാൽ എല്ലാം തന്നെ റീച്ചബിൾ ആയിട്ടുള്ള എക്കണോമിക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എലമെൻറ്റ്സ് എല്ലാം തന്നെ ഒരു സോളിഡ് ഫീലുള്ള. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി കുറച്ച് റബ്ബറി ഫീലുള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീലുണ്ട്. ലെതറിൻ്റെ ഒരു ടെക്സ്ചർ വരെ വന്നിരിക്കുന്നത്. ഇവിടെയും ലെതർ ടെക്സ്ചറാണുള്ളത്, അതും തന്നെ കുറച്ച് സോഫ്റ്റാണ്. ഈ സ്റ്റിച്ചിങ് എല്ലാം തന്നെ രസമായിട്ടുണ്ട്. പിന്നെ ഇവിടെ എയർവെൻറ്റും അതുപോലെ തന്നെ ഇവിടെ AC കൺട്രോളെല്ലാം ഇവിടെ ഒറ്റ യൂണിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു V ഷേപ്പിൽ നിൽക്കുന്ന ഒരു ഡിസൈനായതുകൊണ്ട് ഐ പ്ലീസിങ് ആണ്. ഈ ഒരു സ്ക്രീൻ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മോഡേൺ ആയിട്ടുള്ള തരത്തിലൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള സ്ക്രീനാണ്. ഇതിൻ്റെ ഒരു എല്ലാ ടച്ച് ആണെങ്കിൽ കൂടി നമുക്ക് കാണുന്ന എല്ലാം തന്നെ കുറച്ചൊരു സിമ്പിളായിട്ടുള്ള എന്നാൽ ഏറ്റവും മോഡേൺ അല്ലാത്ത തരത്തിലുള്ള ഗ്രാഫിക്കാണ്. ഗ്രേ ടോണാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എല്ലാം തന്നെ ഫങ്ഷനിങ് ആണ്, വളരെ എളുപ്പം ഫങ്ഷനിങ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള. ബാക്കിയെല്ലാം തന്നെ ഫങ്ഷനിങ് എല്ലാം ഭയങ്കര എളുപ്പമാണ്. എല്ലാത്തിനും ബട്ടൺസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഓഡിയോനാണെങ്കിലും മെനു, ക്യാമറ, ഫോണെല്ലാം തന്നെ. ക്യാമറ ആണ് 360 ക്യാമറ ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ അതേപോലെ തന്നെ റിയറിലെല്ലാം ക്യാമറ വരുന്ന രീതിയിലുള്ളത്. അതെല്ലാം തന്നെ വളരെ ക്ലാരിറ്റിയും കാര്യമെല്ലാം കിട്ടുന്ന രീതിയിലുള്ളത്.
എ സി യൂണിറ്റ് താഴെ തന്നെ ഞാൻ പറഞ്ഞ പോലെ. പിന്നെ താഴെ നമുക്ക് USB-Cയും USB ചാർജറും വരുന്നുണ്ട്, ഇൻഡക്ഷൻ ചാർജിങ് ഫോണിന് വരുന്നുണ്ട്, 2 വലിയ കപ്പ് ഹോൾഡർ ഉണ്ട്, ഡ്രൈവ് മോഡ് ഇവിടെ ഉണ്ട്. ഗിയർ സെലക്ടർ മോഡും കുറച്ചൊരു നല്ലൊരു മോഡേൺ ഫീലാണുള്ളത്. നമ്മൾ മുമ്പ് ഔഡിയിലെല്ലാം കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള യോഡ് കൺട്രോൾ എന്ന് പറയും. അത്രയ്ക്ക് വീതിയില്ല, പക്ഷെ അത്തരത്തിലുള്ളൊരു ഗിയർ സെലക്ടറാണ് വന്നിരിക്കുന്നത്. മീറ്റർ കൺസോളാണെങ്കിലും ഫുൾ സ്ക്രീനായിട്ടുള്ള മീറ്റർ കൺസോൾ. അത് 2 തരത്തിലുള്ള ഗ്രാഫിക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്ന് നമ്മൾ സാധാരണ കാണുന്ന തരത്തിൽ 2 റൗണ്ടായിട്ട് നിൽക്കുന്ന മീറ്റേഴ്സാണ്, ഒന്ന് ഓഡോമീറ്റർ, ഒന്ന് RPM ഉള്ള. മറ്റത് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നിട്ടുള്ളൊരു ഗ്രാഫിക്കാണ്. എനിക്കത് അത്ര ഒരു അട്രാക്റ്റീവായി തോന്നിയിട്ടില്ല, ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. പിന്നെ സീറ്റ് ആണെങ്കിലെല്ലാം തന്നെ സീറ്റിൽ നമുക്ക് ഫാബ്രിക്കാണ് കൊണ്ട് 2 കളറിലുള്ള ഫാബ്രിക് ഉണ്ട്, ഒരു ഗ്രേയും ബ്ലാക്കുമാണ്. അത് നമുക്ക് ഇവിടെയും ഡോർ പാഡിലും ആ ഗ്രേ എലമെൻറ്റ് നമുക്ക് കാണാം. ആ ഒരു ഫാബ്രിക് കൊടുത്തത് നല്ലൊരു എലമെൻറ്റാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളെ ചൂടിലും എല്ലാം തന്നെ ഫാബ്രിക് ആയിരിക്കും കുറേ കൂടെ എഫക്റ്റീവ് ആവുക എ സിക്ക്. അപ്പോൾ ഈ ഫാബ്രിക് ഇവിടെ ഉണ്ട്. അതിന് കൊടുത്ത കളറും നല്ലൊരു കളറാണ്, സാധാരണ നമ്മൾ കാണുന്ന ഒരു കളറല്ല. അതുകൊണ്ട് അഴുക്കാവുന്നതെല്ലാം തന്നെ നമുക്ക് ധൈര്യത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു സില്ല് ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കയ്യിൽ വെച്ച് ഓടിക്കാൻ നല്ല രസമായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. സീറ്റാണെങ്കിൽ നല്ലൊരു സീറ്റാണ്, നല്ല സൈൽ ബോസ്റ്റേഴ്സ് ഉണ്ട്, തായ് സപ്പോർട്ട് നീറ്റ്ലി ഉണ്ട്, അതിനകത്ത് രീതിയിലുള്ള ഒരു കട്ടിങ് കൊടുത്ത് തന്നെ അട്രാക്റ്റീവാണ്. ഹെഡ് റെസ്റ്റും നല്ല സപ്പോർട്ടീവാണ്. ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന സീറ്റല്ല, അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ഫ്രെയിം ആയിട്ടുള്ള ആളുകൾക്ക് നല്ലതായിരിക്കും. പിന്നെ റിയർ സീറ്റും സെക്കൻഡ് റോ സീറ്റിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പിന്നെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്, കുറച്ച് ഡീപ്പാണ്, അതിൽ നമുക്ക് സാധനങ്ങൾ വെക്കാം. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്, അത്യാവശ്യം സാധനം ഇപ്പോൾ ഇത് ഫസ്റ്റ് എയ്ഡ് കിറ്റെല്ലാം വെച്ചിട്ടുണ്ട്, അത്രയും സ്പേസ് ഇതിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അത്യാവശ്യം യൂട്ടിലിറ്റി കണക്കിലെടുത്തിട്ടാണ്. പിന്നെ ഒരു പാനോറമിക് സൺറൂഫുകൾ 2 സ്റ്റേജിലായിട്ടാണ് തുറക്കുക. ഒരു സ്റ്റേജ് നമ്മൾ സാധാരണ സൺറൂഫിൻ്റെ അത്രയും തുറന്ന് അവിടെ നിൽക്കും. പിന്നെ വീണ്ടും തുറക്കണേ നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ പാനോറമിക്കായിട്ട് തുറക്കും. ക്ലോസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. അത് വന്നിട്ട് ഒരു സൺറൂഫിൻ്റെ സ്പേസിൽ അവിടെ നിന്നിട്ട് വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്താലാണ് ഫുൾ ക്ലോസ് ആവുന്നത്. ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് എല്ലാം നമുക്ക് കാണാം. അത്യാവശ്യം പ്രാക്ടിക്കലായിട്ടുള്ള സോളിഡായിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഇനി നമുക്ക് സെക്കൻഡ് റോയും തേർഡ് റോയും നോക്കാം. സെക്കൻഡ് റോയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാണാം. ഇപ്പോൾ ഞാനത്തെ ഡ്രൈവ് ചെയ്തിരുന്ന പൊസിഷനാണ്. ഇത്രയും നീ റൂമുണ്ട്, തൈ സപ്പോർട്ട് നീറ്റാണ്. ഒരു 2 വിരലിൻ്റെ എല്ലാം തൈ സപ്പോർട്ട് കുറയുന്നുണ്ട്, പക്ഷേ ഷോൾഡർ റൂമും ഹെഡ് റൂം എല്ലാം തന്നെ നല്ലോണം കിട്ടുന്നുണ്ട്. പുറത്തേക്കുള്ള വ്യൂ വലുതാണ്. കാലിനുള്ളിലോട്ട് വെച്ചിരിക്കാവുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യലിരിക്കാം. 3 പേർക്ക് ഇരിക്കുന്നതുകൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. സെൻറ്ററിലുള്ള സ്പേസ് പൊങ്ങിയിട്ടല്ല ഉള്ളത്. പിന്നെ ഈ ഒരു സെൻറ്റർ കൺസോളും പുറകോട്ട് വല്ലാണ്ട് തള്ളി നിൽക്കുന്നില്ല. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കംഫർട്ടബിൾ തന്നെ ഇരിക്കാം. പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് മുന്നോട്ടുള്ള പൊസിഷനാണ്. ഇത്രയും ബാക്കോട്ടൊക്കെ ആക്കാൻ പറ്റും. ഇത്രയും ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ സീറ്റാണ് കിട്ടുന്നത്. നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. എനിക്ക് തോന്നും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും സ്പേഷ്യസ് ഫീലുള്ളൊരു സീറ്റ് തന്നെയാണ്. എൻഡെവറും അതുപോലെ തന്നെ നമ്മൾ ഫോർച്യൂണറിലും എല്ലാം തന്നെ സ്പേസ് കാണാം, പക്ഷേ ഫീൽ കുറച്ചുകൂടെ കിട്ടുന്നുണ്ട്. അതിൽ കുറച്ചൊരു എനിക്ക് തോന്നുന്നു ക്രാംനെസ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്കൻഡ് റോ സീറ്റിനൊരു കൺവീനിയൻസ് കുറച്ചുകൂടെ ഒരു എന്താ പറയുക സിഡാൻ ഫീലിലുള്ള കുറച്ച് ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള പൊസിഷനും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു കംഫർട്ടബിളായിട്ടാണ് നിൽക്കുന്നത്. സെൻറ്ററിൽ നമുക്ക് ആംറസ്റ്റ് ആയിട്ടില്ല. ഈ സീറ്റ് അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചാൽ അതൊരു ആംറെസ്റ്റാണ്. ഇവിടെ 2 കപ്പ് ഹോൾഡറും പിന്നെ നമുക്ക് ഫോൺ വെക്കാവുന്ന സ്ഥലമുണ്ട്. ഇതാണ് നമ്മളെ ഹെഡ് റെസ്റ്റ് പൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംറെസ്റ്റിന് തന്നെ ഫീലുണ്ട്. ആംറെസ്റ്റായിട്ടെല്ലാം നിൽക്കുന്നത് വരാൻ കാരണം ആംറെസ്റ്റ് സാധാരണ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരാറില്ല. പക്ഷേ ആംറെസ്റ്റിൻ്റെ എല്ലാ ഉപയോഗം കിട്ടുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലക്ഷ്യൂറിയസ് ആയിട്ട് കംഫർട്ടബിൾ ഇരുന്ന് പോകുന്ന ഇൻറ്റീരിയറിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാനോറമിക് സൺറൂഫ് ഉണ്ട്, അത് ഇതുവരെ തുറക്കും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റൂമിനെസ് എല്ലാം ഫീൽ ചെയ്യും. അത് നല്ലൊരു എലമെൻറ്റാണ്, പലർക്കും ശരിക്കും ഇഷ്ടമാണ് അങ്ങനെ റൂമി ആയിട്ടുള്ള ഫീല്. ചിലർക്ക് കോസ്ട്രോബിക് ഫീൽ ഉണ്ടാവാറുണ്ട്, അതെല്ലാം ഇതിൽ കട്ട് ഓഫ് ആവും. റിയറിലൊക്കെ ആണെങ്കിൽ AC വെൻസ് ഉണ്ട്, AC കൺട്രോളില്ല. പക്ഷേ 2 USB ചാർജേഴ്സിന്, ഒന്ന് Cയും ഒന്ന് Bയും ഉണ്ട്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം. നല്ല പോക്കറ്റ് വരുന്നുണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഫ്രണ്ട് കണ്ട പോലെ തന്നെയാണ്. ഡോർ പാഡിൽ വലിയൊരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, അതിൽ നമുക്ക് 1 ലിറ്റർ എല്ലാം സുഖമായിട്ട് വെക്കാൻ പറ്റും. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ സീറ്റാണ് എക്സ്ട്രീലുള്ളത്. ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ സ്പേസ് കാണിച്ചു. നമുക്കത് എങ്ങനെ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാൻ നോക്കാം. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ട്രേ തുറന്നു കഴിഞ്ഞാൽ ഇത്രയാണ് നമുക്ക് ബൂട്ട് സ്പേസ്. തേർഡ് റോ സീറ്റ് ഫോൾഡ് ചെയ്തല്ല, സെക്കൻഡ് റോ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് പറ്റും. പക്ഷേ ഇതിൽ മറ്റൊരു എലമെൻറ്റുള്ള ഈ ട്രേ നമുക്ക് ഊരിയെടുക്കാം. ഊരിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തടസ്സമൊന്നുമില്ല, ക്ലിയറായി. ഇനി ഊരിയെടുത്തു കഴിഞ്ഞാൽ വെക്കാൻ സ്ഥലം വേണ്ടേ, അത് ഇവിടെ ഇങ്ങനെ തുറന്ന് വയ്ക്കാം. തുറന്നിട്ട് ഇവിടെ ഒതുക്കി വെക്കാം. ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ തുറന്ന് വെക്കും. പിന്നെ നമുക്ക് ബാക്കിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഉരുളുന്ന അല്ലെങ്കിൽ ഉരുണ്ട് പോകുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്കിവിടെ വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കും. പൂട്ടി വെച്ച് കഴിഞ്ഞാൽ ക്ലീനായി. ഇനി നമുക്ക് തേർഡ് റോ സീറ്റ് നിർത്തി വയ്ക്കാം.
തേർഡ് റോയിൽ നിന്ന് കാണാം. സെക്കൻഡ് റോ സീറ്റ് ഫോൾഡ് ചെയ്തിട്ടാണ് തേർഡ് റോയിലേക്ക് പോകുന്നത്. നമുക്ക് സാധാരണ രീതിയിൽ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രിങ് കാണാം. അപ്പോൾ അത് ഫുള്ള് ഇങ്ങനെ വളഞ്ഞിട്ട് സീറ്റ് ഫ്ലാറ്റ് ആവും. എന്നിട്ട് നമുക്കിവിടെ റെയിലിൽ ഇതാക്കാം. പക്ഷേ ഇവിടെ സ്റ്റക്ക് ആവുന്നുണ്ട്. ഇതെല്ലാം മെത്തേഡ് ശരിക്കും ചെയ്യേണ്ടത്. നിവർത്തി വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. ആ ഹാൻഡിൽ ഫോൾഡ് ചെയ്താൽ മുന്നോട്ടേക്ക് ആവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള സ്പേസ് കയറാനുള്ള. കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് കുട്ടികൾക്കുള്ള സീറ്റായിരിക്കും. കയറി നോക്കട്ടെ. ഓക്കെ, എൻ്റെ അമ്മ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് വളച്ച് വയ്ക്കാം. ഇത് നിവർത്തി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ ആദ്യം ഇരുന്ന സീറ്റ് പൊസിഷനാണ്. നമുക്ക് അഡ്രസ് ഒന്ന് പൊക്കി വെക്കട്ടെ. മറ്റേ എൻ്റെ പുറത്ത് ഇങ്ങനെ തട്ടുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ആദ്യം ഇരുന്ന പൊസിഷനിലാണുള്ളത്. ഇനിയും സീറ്റ് ബാക്കൗട്ട് ആക്കാം. ബാക്കൗട്ട് ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എൻ്റെ ഹൈറ്റ് 5'8" ആണ്. അപ്പോൾ കുട്ടികൾക്കായിരിക്കും അനുയോജ്യമായിട്ടുണ്ടാവുക. ഒരു ചാലഞ്ചുള്ള സീറ്റിൻ്റെ ഉള്ളോട്ടേക്ക് കാല് വെക്കുന്ന ടൈറ്റാണ് അതപ്പോൾ. അതുകൊണ്ട് തന്നെ കുട്ടികളെ കാലിനൊന്നും കുഴപ്പമുണ്ടാവില്ല. വലിയ ആളുകളെ കാലാകുമ്പോൾ ടൈറ്റായി നിൽക്കും. പിന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് റോയിൽ സീറ്റിൻ്റെ സ്പേസ് കുറയും. അപ്പോൾ തേർഡ് റോയിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. കുറച്ച് ടൈറ്റ് ആയിരിക്കും. സ്ലാൻഡിങ് എല്ലാം കുഴപ്പമില്ല. കുറച്ച് സ്റ്റാൻഡ് ചെയ്ത് ഇരിക്കുമ്പോൾ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൺ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ചെറിയൊരു വിൻഡോ ആണുള്ളത്. പുറത്തേക്കുള്ള വ്യൂ കുറച്ചായിട്ട് കിട്ടും. വലിയൊരു പോർഷൻ ഇവിടെ നിൽക്കുന്നുണ്ട്. വലിയൊരു വ്യൂ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പുറത്തേക്കുള്ള ചെറിയ വ്യൂ ഉണ്ട്. കുട്ടികൾക്ക് അത് ഓക്കെ ആയിരിക്കും. കാരണം അവരത് പല രീതിയിൽ എൻഗേജ്ഡ് ആകുമ്പോൾ പുറത്തേക്കുള്ള വ്യൂ കുറഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ മുതിർന്നവർക്ക് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒരു 5+2 സീറ്ററുള്ള SUV ആണോ അതോ പ്രോപ്പർ 7 സീറ്റർ ആണോ നിങ്ങൾ നോക്കുക എന്നുള്ള കമൻറ്റിൽ പറയാം. ഇനി ഇറങ്ങണമെങ്കിലും ചെറിയൊരു മേവാക്കെല്ലാം വേണം. ഈ തടിയെല്ലാം വെക്കുന്തോറും അത് കുറച്ച് ടൈറ്റായി വരുന്നുണ്ട്. എന്തായാലും കുട്ടികൾക്ക് അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുട്ടികളെ ഒരു കണക്കിലെടുത്താൽ മതി. നമുക്കിനി ഡ്രൈവിൽ പോകാം. പുതിയ ഈ എക്സ്റ്റേണൽ ഡ്രൈവ് ഡൽഹിയിൽ വെച്ച് കുറച്ച് ദിവസമായിട്ട് നടക്കുന്നുണ്ട്. ആക്ച്വലി ഇന്നലെ വരെയായിരുന്നു ഡ്രൈവ്. എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല. ഞാൻ പുറത്തായിരുന്നു. നിങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസം സ്റ്റോറിയെല്ലാം കണ്ടവർക്കറിയാം. ഞാൻ പുറത്ത് ബാർസലോണ UK കണ്ട് ഇന്ന് പുലർച്ചക്കാണ് എത്തിയത്. ഇപ്പോൾ ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഇഷ്യൂ കാരണം ഫ്ലൈറ്റെല്ലാം ഡിലേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുലർച്ചയ്ക്ക് എത്തി. ശരിക്കും ഒന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല. വണ്ടി ആക്ച്വലി നമുക്ക് ഇന്ന് കൂടെ ഹോൾഡ് ചെയ്ത് വെച്ചാണ് തിരിച്ച് ഫാക്ടറിക്ക് പോകേണ്ട വണ്ടിയാണ്. ഒരു ഉച്ച വരെയുള്ള ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഷോർട്ട് ഡ്രൈവാണ് ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നീട് നമുക്ക് നല്ലൊരു അവസരം കിട്ടുമ്പോൾ ഒരു ലോങ് ഡ്രൈവെല്ലാം ചെയ്യാം. അപ്പം ഞാനാണെങ്കിൽ ഇന്നിപ്പോൾ അജാസ് രാവിലെ വന്നു. ഞങ്ങൾ ഷൂട്ട് തുടങ്ങി. ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. മഴക്കോളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം തീർക്കുകയാണ് ഷൂട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ വന്നിരിക്കുന്നത് 1.5 ലിറ്ററിൻ്റെ VC ടർബോ എഞ്ചിനാണ്. VC എന്ന് പറഞ്ഞാൽ വേരിയബിൾ കംപ്രഷൻ വരും. വേരിയബിൾ കംപ്രഷൻ നിസാൻ കൊണ്ടുവന്നൊരു ടെക്നോളജി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിസാൻ ഫസ്റ്റ് വേരിയബിൾ കംപ്രഷൻ കൊണ്ടുവന്നിട്ടുള്ള ബ്രാൻഡ് എന്നുള്ള ഒരു ക്ലെയിം ഉണ്ട് അവർക്ക്. അതിൻ്റെ തന്നെ ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്കൻഡ് ജെൻ ആയിട്ടുള്ള വേർഷനാണ് ഈ എഞ്ചിനിൽ വന്നിരിക്കുന്നത്. വേരിയബിൾ കംപ്രഷൻ ആവുന്നതുകൊണ്ട് തന്നെ ഒരു കംപ്രഷൻ ലെവൽ കൂടുന്നതുകൊണ്ടും പെർഫോമൻസും അതുപോലെ തന്നെ എഫിഷ്യൻസിയും ബെറ്റർ ആണെന്നാണ് അവരുടെ ക്ലെയിം. അപ്പോൾ അതാണ് വേരിയബിൾ കംപ്രഷൻ കൊണ്ട് ഒരു ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പിന്നെ ടർബോഫൈ ചെയ്തിട്ടുള്ള എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ വരുന്ന 163 HP-യും അതുപോലെ തന്നെ 300 Nm ടോർക്കുമാണ്. ഈ എൻജിൻ ശരിക്കും നല്ലൊരു ട്രാൻസ്മിഷനിലേക്ക് പോകുമ്പോൾ ശരിക്കും പെർഫോമൻസിനുള്ള എല്ലാ ഫിഗേഴ്സും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോ അല്ലെങ്കിൽ മാനുവലോ അല്ലാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാം. പക്ഷേ ഇതിൽ വന്നിരിക്കുന്നത് CVT ആണ്. അതാണ് ഒരു ഫസ്റ്റ് ഒരു സെറ്റ് ബാക്ക് എനിക്ക് തോന്നിയില്ല. CVT ആകുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ നമുക്കിപ്പം പവർ ഇങ്ങനെ എടുത്ത് പോകാനെല്ലാം പറ്റും. പക്ഷേ ഒരു ലീനിയർ ഡെലിവറിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഇതിൽ ഡ്രൈവ് മോഡ് ഉണ്ട്. ഇപ്പോൾ ഡ്രൈവ് മോഡ് സ്പോർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ലോറി ക്രോസ് ചെയ്യുന്നുണ്ട്. അതാ മെയിൻ റോഡ് ക്രോസ് ചെയ്യുക. അപ്പോൾ ഇത്തരം നമുക്ക് പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിലും പറ്റും. നമുക്ക് സഡൻ എല്ലാം എടുക്കണമെങ്കിൽ പക്ഷേ ഫീല് കുറവാണ്. അതുകൊണ്ട് തന്നെ 9.5 സെക്കൻഡാണ് ഇതിൻ്റെ 0 to 100 വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ക്വിക്കാണെന്ന്. അപ്പോൾ ക്വിക്നെസ് അല്ല പവറിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ആ ക്വിക്നെസ് അല്ല നമുക്കിതിൽ കിട്ടുന്നത്. അത് ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇതിൽ 2 വീൽ ഡ്രൈവ് ആണുള്ളത്. അപ്പോൾ ഞാനത് നോർമൽ മോഡിൽ വയ്ക്കുക. കാരണം നമ്മളിതിങ്ങനെ ചവിട്ടുമ്പോൾ ഗ്രൗൾ ചെയ്ത് പോകും. അത് നമുക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും.
സ്റ്റാൻഡേർഡ് മോഡലാണെങ്കിൽ ഇപ്പം നല്ലൊരു ലീനിയർ പവർ ഡെലിവറി, കംഫർട്ടിന് ഒരു കുഴപ്പമില്ല. പിന്നെ CVT ആണ്, അതുകൊണ്ട് തന്നെ ഇതിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് വന്നിരിക്കുന്നത്, 4 വീൽ ഡ്രൈവ് വന്നിട്ടില്ല. CVTയിൽ 4 വീൽ ഡ്രൈവ് പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടില്ല. നിസാൻ CVTയിൽ 4 വീൽ ഡ്രൈവ് ഇറക്കത്തില്ല, അതുകൊണ്ടാണ് നമുക്കിതിൽ 2 വീൽ ഡ്രൈവ് തന്നെ വന്നിട്ടില്ല. പിന്നെ നിസാൻ്റെ ഈ ഒരു പ്രസൻറ്റേഷന് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു, അവരുടെ ഗ്ലോബൽ ടീമായിട്ടുള്ള പ്രസൻറ്റേഷൻ. അന്ന് അവർ പറഞ്ഞൊരു കാര്യം, ഇവർ എക്സ്ട്രയിൽ ഫസ്റ്റ് ഇറക്കിയപ്പം ഓഫ് റോഡ് വെഹിക്കിളായിട്ടും 4 വീൽ ഡ്രൈവിലായിട്ട് വന്നു. സെക്കൻഡ് ജനറേഷനിലും അതുണ്ടായിരുന്നു. അതെല്ലാം അത്യാവശ്യം ഇവരുടെ ഒരു ഓഫ് റോഡ് പെഡിഗ്രിയും ആ DNL വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ കസ്റ്റമേഴ്സ് ലെവലിൽ ഓഫ് റോഡ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സിൽ ഇവർ പറയുന്നത് 90%, 95% ഇവരുടെ കസ്റ്റമേഴ്സ് എയിം ചെയ്യുന്ന ആൾക്കാർ 2 വീൽ ഡ്രൈവ് മതി എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു SUV എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു തലത്തിലാണ് ഈ ഒരു കസ്റ്റമേഴ്സിലുള്ളത്. അതായത് ഒരു അപ്പർ സിറ്റിംഗ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള, വലിയ പ്രസൻസ് ഉള്ള ഒരു വെഹിക്കിൾ. അതാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ കൂടുതലും ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചിട്ട് നിസാനിൽ ഓഫ് റോഡേഴ്സ് ഇല്ല എന്നുള്ളതല്ല. നമുക്ക് പെട്രോൾ ഉണ്ട് ഒരു സൈഡിൽ, പെട്രോളിൻ്റെ പുറമേ പാത്ത് ഫൈൻഡർ പോലുള്ള മറ്റുള്ള വണ്ടികളും എല്ലാം തന്നെ നിസാനിൽ വരുന്നതാണ്. അപ്പോൾ നിസാനിന് അറിയാം ഒരു നല്ലൊരു 4 വീൽ ഡ്രൈവ് വണ്ടി ഉണ്ടാക്കാൻ. പക്ഷെ അതവിടെ അവർ പ്രയോഗിക്കാത്തത് മറ്റൊന്നുമല്ല, അവരുടെ കസ്റ്റമർ പോർട്ട്ഫോളിയോ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റിക്വയർ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇന്ത്യയുടെ കേസ് എടുത്താലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യയിൽ നമുക്ക് ഫോർച്യൂണറിലും അതുപോലെ തന്നെ എൻഡേവറിലും 4 വീൽ ഡ്രൈവ് കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷെ അതിൽ പോലും 4 വീൽ ഡ്രൈവ് നെയിം സേക്ക് വെച്ചിട്ട് ഉള്ള ആൾക്കാരാണ് കൂടുതലും. അവർ ഓഫ് റോഡ് എടുക്കാറുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പലരും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം നല്ല ഓപ്ഷൻ 2 വീൽ ഡ്രൈവ് തന്നെയാണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ടാറ്റൻ്റെ ഒരു ഡിസൈൻ സെൻറ്റർ വിസിറ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആ എപ്പിസോഡ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ കേവിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ അന്ന് നമ്മൾ പോയപ്പം കുറേ ഡിസൈനേഴ്സിനുള്ള ടോക്കെല്ലാം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവർ സഫാരിയിൽ എന്തുകൊണ്ട് 4 വീൽ ഡ്രൈവ് കൊണ്ടുവന്നില്ല എന്നുള്ളത്. അപ്പം കാരണം കാര്യത്തിലുള്ളൂ, സഫാരി അത്രയും നല്ലൊരു 4 വീൽ ഡ്രൈവ് പെടുകയുണ്ടെങ്കിലും കസ്റ്റമേഴ്സ് അതിനുള്ളതില്ല, അത്രയും നമ്പേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് നമ്പേഴ്സിന് വേണ്ടി ഇവർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടും, അത് വണ്ടിയുടെ പ്രൈസ് കൂട്ടും, അതാണ് പ്രശ്നം. ഇപ്പോൾ സസ്പെൻഷൻ ആണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ട്യൂണിങ് ആണുള്ളത്. ഇപ്പോൾ ഞാൻ നല്ലൊരു ഹാർഡ് കട്ടാണ്, അതായത് ഡാമ്പ് ഫീൽ ചെയ്തില്ല. ഇളകിയിട്ടുള്ളുണ്ട് ശരിയാണ്, പക്ഷേ ഭയങ്കരമായിട്ട് അടി ഉണ്ടാവില്ല, അതുണ്ടായില്ല. എന്നെ അതാണ് ഡാമ്പിനെ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഡാമ്പ് ഫീൽ ചെയ്യാതിരിക്കുന്നത് തന്നെ ഇന്ത്യയിൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ ഇന്ത്യയിലുള്ള പോർട്ട് ഹോൾസും അതുപോലെ തന്നെ കുഴിയും എല്ലാം തന്നെ കാണുമ്പോൾ അത്യാവശ്യം എത്ര കംഫർട്ടബിൾ വണ്ടിയാണ് ഒന്ന് നമ്മൾ ഇളകി മറിയും. അപ്പോൾ ആ ഇളക്കത്തിനുള്ളതെല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു ചാട്ടലും ചാടുമ്പോൾ നമ്മൾ ആ ഡാമ്പ് അറിയുമ്പോഴാണ് നമുക്ക് കംഫർട്ട് അല്ലാതെ നിൽക്കുക. അപ്പോൾ അത് ഇല്ല. മൾട്ടിലിങ്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിയറിങ്ങിലും അത് അറിയുന്നില്ല. പിന്നെ ഡ്രൈവിംഗ് നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ CVTൻ്റെ ഒരു കാര്യം എലമെൻറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡൈനാമിക്സ് കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ സ്പീഡിൽ ഓടിക്കുമ്പോൾ സ്റ്റിയറിങ്ങിലെല്ലാം നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ലഭിക്കുന്നുണ്ട്. സസ്പെൻഷൻ ട്യൂണിങ്ങും ബോഡി റോളും എന്നുള്ള തരത്തിലല്ല. അപ്പോൾ അത്യാവശ്യം നമ്മൾ സ്പീഡിലെടുക്കുമ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആവുന്നതുകൊണ്ടുള്ള നമുക്കൊരു അണ്ടർസ്റ്റിയറിൻ്റെ ഒരു ഫീൽ, അണ്ടർസ്റ്റിയറിൻ്റെ ഒരു എന്താ പറയുക പ്രവണത ഉണ്ടെന്നുള്ളത് തോന്നിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ബോഡി റോളില്ല. അപ്പം അണ്ടർസ്റ്റിയർ പ്ലസ് ബോഡി റോൾ വരുമ്പോഴാണ് നമുക്ക് കൺട്രോൾ കംപ്ലീറ്റ്ലി ചാലഞ്ചിങ് ആയി വരിക. അപ്പോൾ അതില്ല, അത്രയും ബോഡി റോളും ഇല്ലാത്തതുകൊണ്ടുള്ള കംഫർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന 20 ഇഞ്ച് വീലാണ്, അതുകൊണ്ട് പ്രൊഫൈൽ കുറച്ച് ടയറാണ്. എന്നിട്ടും നമുക്ക് അത് ശരിക്കും നമുക്ക് കുറച്ച് ഡ്രൈവിങ്ങിന് ഗുണം ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ഒരിക്കലും സസ്പെൻഷനിൽ കംഫർട്ടിൻ്റെ ഒരു എലമെൻറ്റിനെ ബാധിച്ചിട്ടുമില്ല. അത് രണ്ട് അങ്ങോട്ട് ഒരു എക്സ്ട്രീമായിട്ട് നിൽക്കുന്ന കോൺട്രാസ്റ്റിംഗ് എലമെൻറ്റ്സ് ആണ് അത്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം ഇമ്പ്രസീവ് ആയിട്ടുള്ള ഇതിൻ്റെ സൗണ്ട് ഇൻസുലേഷനാണ്. ഇപ്പോൾ പുറത്ത് അത്യാവശ്യം നമ്മൾ ബഹളമുള്ള റോഡിലെല്ലാം തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഹൈവേയിലും കൂടെ കയറുകയാണ്, ഹോൺ അടിയിൽ ഒരുപാട് കേട്ടിരുന്ന സമയമുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു സൗണ്ട് ഉള്ളോട്ട് കയറിയിട്ടുള്ള ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തിട്ടേ ഇല്ല. പ്രത്യേകിച്ച് റോഡ് നോയ്സും വിൻഡ് നോയ്സും എല്ലാം കുറവാണ്. അത് നല്ലൊരു ലക്ഷറി എലമെൻ്റാണ്. കാരണം സൗണ്ട് മേക്സ് ലോഡ് ഓഫ് ഡിഫറൻസ്. നമ്മൾ കുറേ സൗണ്ടിലേക്ക് എക്സ്പോസ് ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു ടയർഡ്നെസ് കാര്യം ഫീൽ ചെയ്യും. അത് നമ്മൾ അറിയാതെ നമ്മൾ ടയർഡ്നെസ് എലമെൻറ്റാണ്, നമുക്ക് തോന്നാറില്ല. പക്ഷേ നമുക്ക് ശരിക്കും സൗണ്ട് നമ്മളെ കംഫർട്ടിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ കംഫർട്ട് ആയിട്ടുള്ള വണ്ടി, ഇപ്പോൾ നല്ല സസ്പെൻഷനും കാര്യങ്ങളും ഉണ്ടായിട്ട് സൗണ്ടിൽ ഒരു അക്യൂസ്റ്റിക്സ് കറക്റ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളെ കംഫർട്ടിനെ ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സോർട്ടഡ് ആണ്. ഇപ്പോൾ ഇത്രയും നല്ല സ്പീഡിൽ ഹൈവേയിൽ പോകുമ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള റോഡ് നോയ്സും ഇല്ല, വിൻഡ് നോയ്സ് ഇല്ല. വിൻഡ് നോയ്സ് ഉണ്ടാവാനുള്ള ചാൻസും കുറവ്. കാരണം നല്ലൊരു എയർഡൈനാമിക്കലി ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫീൽ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ പോണ ഡൽഹി എന്നുള്ള പുതിയ മുംബൈ എക്സ്പ്രസ് ഹൈവേയിലാണ്. അത്യാവശ്യം സ്പീഡിൽ നമ്മൾ പോകുന്നുണ്ട്, 100+ ആണ് സ്പീഡ്. എന്നിട്ടും ദാറ്റ്സ് വൺ ഗുഡ് എലമെൻറ്റ് ഐ ഫെൽറ്റ്. കാരണം നമ്മളെ ഇന്ത്യയിലേക്ക് നമുക്ക് വേണ്ട എലമെൻറ്റ്സ് ഇതെല്ലാം.
ഇനി നിസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഡൗട്ടാണ് നിസാൻ ബ്രാൻഡ് ഇവിടെ നിൽക്കുമോ കാര്യങ്ങളെല്ലാം കുറിച്ചിട്ട്. അത് നമുക്കിപ്പോൾ ഒന്നും പറയാനൊന്നും പറ്റില്ല, കാരണം നമ്മൾ പല ഉദാഹരണങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് കുറച്ചുകൂടി വലിയ പ്ലാനുകൾ ഫ്യൂച്ചറിലേക്ക് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. 2026 ഇവരുടെ ഒരു മേജർ പുതിയൊരു മോഡൽ വരുന്നത്. 2025 അപ്ഡേറ്റഡ് മോഡൽസ് വരുന്നു. 26 ആകുമ്പോഴേക്ക് ഇന്ത്യ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള SUVകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നിസാനാണെങ്കിലും റിനോനാണെങ്കിലും അങ്ങനെയുള്ള. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഒന്നും പൂട്ടി പോകില്ല എന്നുള്ള ഉറപ്പുണ്ട്. അത് വന്ന് സക്സസ്ഫുൾ ആണെങ്കിൽ പൂട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഡൗട്ടുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിന് കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫോർഡും GM ഉള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ആളുകൾക്ക് പേടിയുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ നിസാൻ്റെ ഒരു റീസെൻറ്റ് കോൺഫറൻസിൽ നമ്മൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഗ്ലോബലി തന്നെ ഇന്ത്യൻ്റെ ഒരു ഗ്രോത്ത് മനസ്സിലാക്കി ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യയിലേക്ക് അവർക്ക് ഇലക്ട്രിക് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിച്ചു കൂട്ടി പോകാമെന്നുള്ളതൊന്നും പ്ലാനിലുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ആ പേടി വെക്കേണ്ട കാര്യമില്ല. പിന്നെ നിസാൻ എക്സ്ട്രെയിൽ എന്ന് പറയുമ്പം എനിക്ക് വീണ്ടും ഞാൻ പറഞ്ഞ തുടക്കകാലത്ത് ഉണ്ടായിരുന്ന എക്സ്ട്രെയിൽ ഞാൻ പറഞ്ഞ നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടിയിലുണ്ടായിരുന്നു. അതും അതിൻ്റെ സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കെല്ലാം ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ ഒരു എന്തൂസിയാസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്ന് അതിൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയും ആ ഒരു ഫീലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകുകയും റിഫൈൻഡ് ആകുകയും എല്ലാം ചെയ്തതാണ്. അത് കുറച്ചുകൂടെ എനിക്ക് നോർമൽ കേസിൽ, സാധാരണ ഒരു ബയർ കേസിൽ ഇത് നല്ലൊരു എലമെൻ്റായി തോന്നുന്നുണ്ട്. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയതും റിഫൈൻഡ് ആയതും ലക്ഷറിയസ് ആയതെല്ലാം. അപ്പോൾ അതെല്ലാം കണക്കിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വണ്ടീൻ്റെ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ഒരു പർച്ചേസിന് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ദ ന്യൂ നിസാൻ എക്സ്ട്രെയിൽ. വണ്ടികൾ ഫസ്റ്റിനാണ് പ്രൈസ് അനൗൺസ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഏതെങ്കിലും ഷോറൂമിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യം ചെയ്യണമെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. സോ എൻജോയ് ഇറ്റ്. സോ ഇന്നൊരു ഷോർട്ട് ടൈമാണ് നമുക്ക് ഈ ഡ്രൈവിനുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് മാത്രമായിട്ടാണ് ഇത് കാണേണ്ടത്. നിങ്ങൾ നമുക്കൊരു ലോങ് ഡ്രൈവും കാര്യങ്ങളെല്ലാം പിന്നെ ഒരു ദിവസം ചെയ്തിട്ട് നമുക്കൊരു റിവ്യൂ കൊണ്ടുവരാം. എന്നാലും ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ ഐ ആം ഇംപ്രസ്ഡ് വിത്ത് ദ കാർ. ചില എലമെൻറ്റ്സ് നമുക്ക് പറ്റാത്തതുണ്ടെങ്കിൽ കൂടി മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ള ഡിസൈൻ വൈസ് ആണെങ്കിലും ഞാൻ പറഞ്ഞ എലമെൻറ്റ്സ് വെച്ചിട്ടെല്ലാം എങ്ങനെയാണ് നിങ്ങൾക്കുള്ള ഒപ്പീനിയൻ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യാം. അതുമല്ല നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റുള്ള വേറെ ഏതെങ്കിലും മോഡലാണെങ്കിൽ താല്പര്യം ഉണ്ടായതെങ്കിൽ നിങ്ങൾ പറയാം. ഇനി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണാം. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.